ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. യഥാർത്ഥത്തിൽ അയാൾക്ക് ആക്സിഡന്റ് പറ്റിയതിൽ എനിക്ക് ഒരു ദുഃഖം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് ദുഃഖമുണ്ട്. അതെന്താന്നറിയോ? അയാള് രക്ഷപ്പെട്ടതിലല്ല, അയാള് ജീവിച്ചിരിക്കുന്നതിൽ. ഇതിനേക്കാ ഭേദം അയാൾ മരിക്കുന്നതായിരുന്നു. ഒരു മനുഷ്യൻ മരണത്തിന്റെ വക്കി കിടക്കുമ്പോ ഇങ്ങനൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പറയണം? അയാളും സന്ധ്യയും കൂടെ എന്തിനാണ് പോയതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? രഹസ്യ വിവാഹം കഴിക്കാൻ പോയതയാള്. എന്തായാലും ഇത് നഴ്സ് എന്റെ തന്നെ തന്നത് നന്നായി. ദയവ് ചെയ്ത് നിങ്ങൾ ഇതിപ്പോ ഒരു പ്രശ്നമാക്കരുത്. എന്തായാലും എന്താണ് അപകടത്തിൽ നിന്നൊന്ന് പുറത്തു വരട്ടെ, നമുക്ക് ഇക്കാര്യം സംസാരിക്കാം. ഇനി അയാളുടെ ഒരു സംസാരവും എനിക്ക് ആവശ്യമില്ല. നീയായിരുന്നല്ലോ എല്ലാ കാര്യത്തിലും അവരെ സപ്പോർട്ട് ചെയ്തത്. ഇയാൾക്കാണല്ലോ ഈശ്വര ഞാൻ ബ്ലഡ് കൊടുത്തത്. ഭർത്താവിനൊരു അപകടം വരുമ്പോ ഭാര്യയാ സഹായിക്കേണ്ടത്. ഓ, നീ ഒരു കാര്യം ഓർത്തോ, ഇതിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ട് വന്ന അയാളെ ഞാൻ എന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കും. ഇനിയുള്ള കാലം മുഴുവൻ അയാൾ ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കും. ആ കട്ടിലിൽ നിന്ന് അയാളൊന്ന് എഴുന്നേറ്റ് വരട്ടെ. എല്ലാം ഞാൻ എണ്ണി എണ്ണി ചോദിക്കും. ഇനി അങ്ങോട്ടുള്ള അയാളുടെ ജീവിതം നരകമായിരിക്കും. അവിവേകമൊന്നും കാണിക്കരുത്. നന്ദേട്ടനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇനി നീ ആരെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട. പണ്ട് നീയായിരുന്നല്ലോ അവരുടെ സപ്പോർട്ട്, ഇപ്പോഴും നീ തന്നെയല്ലേ. വഴിയിൽ അവള് ഛർദിച്ചപ്പോ പുറം തടവി കൊടുക്കാൻ നീ പോയില്ലേ? ഞാനും സച്ചേനും കൂടി വീട്ടിലേക്ക് പോകുമ്പോഴാ അവരെ വഴിയിൽ വെച്ച് കണ്ടത്. ഈ ചരടിക്കോർത്ത താലി ഞാൻ കൊണ്ടുചെന്ന ആ കിളവന്റെ മുന്നിലൊന്ന് കാണിക്കട്ടെ. നെല്ലിശ്ശേരി സേതുമാധവന്റെ മുന്നില്. എന്നിട്ട് ഞാൻ മോൻ വേറൊരുത്തിയുടെ കഴുത്തി കെട്ടാൻ കൊണ്ടുപോയതാണെന്നും കൂടെ പറയട്ടെ. നിങ്ങൾ അബദ്ധമൊന്നും കാണിക്കല്ലേ. അവിടെ നീ ഇവിടുന്ന് രക്ഷിച്ചു വിട്ടു. പണ്ടും അയാളെ അവളെ രക്ഷിച്ചത് നീയായിരുന്നല്ലോ. ഒരു കാര്യം ഓർത്തോ, ഇപ്പോ എന്റെ ബ്ലഡാ അയാളുടെ ശരീരത്തിൽ കയറ്റിയിരിക്കുന്നത്. അതെനിക്ക് മനസ്സുണ്ടായിട്ട് കൊടുത്തൊന്നുമല്ല. പക്ഷേ എന്റെ ദാനമാണ് അയാളുടെ ജീവിതം എന്ന് അയാൾ എന്നെങ്കിലും അറിയണം. അത് ഞാൻ അയാളെ അറിയിക്കും. ആദ്യം അയാളെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. നരകിപ്പിക്കും ഞാൻ അയാളെ. അതിന് നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? വർഷങ്ങളോളം നന്ദേണ്ണെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചതിന് ദൈവം നിങ്ങൾക്ക് തരുന്ന തിരിച്ചടി ഏതൊക്കെ? തിരിച്ചടികളൊന്നുമേ അവന്തിയുടെ ജീവിതത്തിൽ പുതിയതല്ല. ഇതിനയക്ക് കൊടുക്കേണ്ട മറുപടി എന്താന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. തൽക്കാലം ഈ താലി എന്റെ കയ്യിലിരിക്കട്ടെ. കൂനിന്മേൽ കുരു പോലെ ഒന്നിനു പുറത്ത് മറ്റൊന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ താലി കയ്യിൽ വെച്ച് അവരെന്തും ചെയ്യും. ഈ അപകടാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് വന്നാലും നന്ദേട്ടന്റെ ജീവിതം അവരൊരു നരകമാക്കി തീർക്കും.